ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കൂടെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, 1K ലൈക്കാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് മാക്സിമം വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. ലാസ്റ്റ് സീനായിട്ട് കണ്ടത് ലേബർ കോടതിയാണ്. അങ്ങനെ ലേബർ കോടതിയിൽ നമ്മുടെ രവീന്ദ്രന്റെ പെൻഷനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദ്യവും വാദവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി കയറി വരുന്നത്. സത്യത്തിൽ ഒരു മാനേഴ്സ് ഇല്ലാതെയാണ്. ഒരു കോടതിയുടെ ഒരു പരിഗണന കൊടുക്കാതെ വേഗം കയറി ഓടി വരികയാണ്. ആ ഒരു വെപ്രാളമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സച്ചിക്ക്. അച്ഛന്റെ ഭാഗത്താണ് ഫുൾ ന്യായവും. ഇനിയിപ്പോ കോടതി അച്ഛന്റെ ഭാഗത്ത് ന്യായം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി അവിടെ കിടന്ന് ചിലപ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കും. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ സച്ചി വരുന്നത്. അപ്പൊ അച്ഛൻ എങ്ങനെയെങ്കിലും പെൻഷൻ മേടിച്ചു കൊടുക്കണം. അതുകൊണ്ട് രവീന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ സച്ചി കയറി വന്നിട്ട് അച്ഛാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും ജഡ്ജിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത് മാനേഴ്സ് ഉള്ള കാര്യമല്ല. അങ്ങനെ ജഡ്ജി ചോദിക്കുക, താൻ ആരാടോ, താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ചോദിക്കാതെയും പറയാതെയൊക്കെ കയറി വരുന്നത്? താൻ ഇവിടെ എന്ത് കാണിക്കാനാ വന്നത്? താൻ എന്താണെന്നാ ഓർത്തത്? ഇത് കോടതിയാണെന്നുള്ളത് ഉള്ള കാര്യം താൻ മറന്നുപോയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ സാറേ എന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറഞ്ഞു, അതെ എനിക്കും കുറച്ച് പറയാനുണ്ട് സാറേ. ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാ സത്യത്തില് അന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പൊ രവീന്ദ്രൻ പറഞ്ഞല്ലോ ഒരു പ്രശ്നത്തിന്റെ കാര്യം. അന്ന് റിട്ടയർമെന്റ് പെൻഷൻ ആയപ്പോൾ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ വെച്ചിരുന്നല്ലോ. അന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവൻ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല സാറേ. ഇവനുണ്ടല്ലോ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ടെന്ന്, അതും ചെറുപ്പത്തിൽ തന്നെ. ഇത് കേട്ടതും ജഡ്ജി പറഞ്ഞു, അല്ല തന്നോട് ഞാൻ വല്ലതും ചോദിച്ചോ? തന്നോട് ഞാൻ ചോദിച്ചോ ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ടോന്നോ അതോ ജയിലിൽ കിടന്നിട്ടില്ലാന്നോ? ഇയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതി തരാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഇവിടെ വന്നിരിക്കുന്നത് താൻ എന്തിനാ? ഇത് ലേബർ കോർട്ടാണ്. ഇവിടെ ഒരു വിഷയം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് താൻ സംസാരിച്ചാൽ മതി. കൂടുതൽ താൻ ന്യായീകരിക്കാനോ ഇയാളെ കുറ്റക്കാരനാക്കാനോ പോകണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ സച്ചിയുടെ ആ ഒരു എന്താ പറയുക പ്രവൃത്തി ആ ജഡ്ജിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും വർഷയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് സത്യത്തിൽ ജഡ്ജിക്ക് ദേഷ്യം വന്നു. ജഡ്ജി പറഞ്ഞു, ഏതായാലും നിങ്ങൾ കയറി വന്നത് മോശമായി പോയി. അറ്റ്ലീസ്റ്റ് ഒന്ന് അനുവാദമെങ്കിലും ചോദിച്ചിട്ട് കയറി വരാന്ന് പറഞ്ഞപ്പോൾ, അയ്യോ സോറി സാറേ, എനിക്ക് അറിയില്ലായിരുന്നു, പെട്ടെന്ന് വെപ്രാളത്തിന് ഞാൻ കയറി വന്നതാ. എൻ്റെ അച്ഛൻ ഒരുപാട് നാളായി സാറേ ഇങ്ങേരുടെ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുക. എൻ്റെ അച്ഛൻ്റെ പെൻഷൻ പണം ഇതുവരെ കിട്ടിയിട്ടില്ല. പാവം എൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, പെൻഷൻ ആയിട്ടും ഇതുവരെ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടത്തെ ന്യായമോ സാറേ എന്ന് ചോദിക്കുമ്പോൾ താനൊരു കാര്യം ചെയ്യുക, താൻ എവിടെ നിൽക്കുക? അല്ല രവീന്ദ്ര, പറഞ്ഞതിന്റെ ബാക്കി പറ. എന്താണ് പ്രശ്നം? ഇനിയിപ്പം തനിക്ക് തന്റെ പെൻഷൻ ലഭിക്കണം, അതുപോലെ തന്നെ മുടങ്ങിയ പെൻഷനും കിട്ടണം. അതല്ലേ തനിക്ക് വേണ്ടത്? അതെ സാർ, എനിക്ക് അതാ വേണ്ടത്. ഞാൻ ആരോടും ഇന്നേക്ക് ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. ഞാൻ എൻ്റെ പെൻഷൻ പൈസ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നൊന്നും പൈസ എടുത്തു തരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എത്ര വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസയാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പം, അതെ എനിക്ക് ചോദിക്കാനുള്ളത് ഇനി തന്നോടാ. താൻ എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കുന്നില്ല? അല്ല പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ ഇയാൾക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാൻ? അത് പിന്നെ സാറേ ഒരു കാരണമുണ്ട്. ഇയാൾ കാരണം ഒരാൾ മരിച്ചു. ഇയാളുടെ ബസ്സിന്റെ മുമ്പിൽ ചാടി ഒരാൾ മരിച്ചു. അതൊരു കാരണമല്ല സാറേ എന്ന് പറയുമ്പോൾ, അതെങ്ങനെ കാരണമാവൂടോ? ഇയാളുടെ ബസ്സിന്റെ മുമ്പിൽ ചാടി ഒരാൾ മരിച്ചു. അതിൽ തന്നെ ഉണ്ടല്ലോ എന്തിന് ചാടി മരിച്ചു? അറിഞ്ഞുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മരിച്ചു. അതിന് ഇയാൾ എന്ത് തെറ്റാണോ ചെയ്തത്? താൻ കൂടുതൽ ന്യായം ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. ഞാൻ ഈ കോടതിയിൽ ഇപ്പോൾ ഒരു കാര്യം പറയാൻ പോവാ. അതെന്താണെന്ന് വെച്ചാല് അത് നിങ്ങൾ അനുസരിച്ചോണം. അതെ, തന്റെ വീട്ടിൽ കയറി ഇറങ്ങാൻ മാത്രം ഇയാൾ അത്രയ്ക്ക് താഴ്ന്ന ആളൊന്നും അല്ലല്ലോ. അല്ല താൻ എന്തിനാ ഇയാളെ തന്റെ വീട്ടിൽ കയറി ഇറക്കണത്? അതൊന്നും തനിക്ക് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പേരില് പെൻഷൻ തടഞ്ഞു വെച്ചത് അത് വലിയൊരു ക്രിമിനൽ കുറ്റം തന്നെയാ. തന്നെ വേണമെങ്കിൽ ശിക്ഷിച്ച് അകത്തിടാനുള്ള വകുപ്പ് വരെയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. താൻ ഏതായാലും ഇങ്ങേർക്ക് ഇനി മുതൽ പെൻഷൻ കൊടുത്തോണം. പെൻഷൻ കൊടുക്കാനുള്ള എല്ലാ പേപ്പേഴ്സും ഒപ്പിട്ട് കൊടുത്തോണം. അതുമാത്രമല്ല താൻ ചെയ്യേണ്ടത്, ഇത്രയും നാള് പെൻഷൻ തടഞ്ഞു വെച്ചതുകൊണ്ട് 1 ലക്ഷം രൂപ പിഴയും നൽകണം എന്ന് പറഞ്ഞു. അയ്യോ സാറേ, 1 ലക്ഷം രൂപ പിഴയോ? അതെന്താ 1 ലക്ഷം രൂപ തനിക്ക് പിഴ കൊടുക്കാൻ പറ്റില്ലേ? ഇനി ഈ പ്രവൃത്തി താൻ ആരോടും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് തന്നോട് പറഞ്ഞത് ഇനി മുതൽ 1 ലക്ഷം രൂപ പിഴ കൊടുത്തോണെന്ന്. ഇനി ആരുടെയൊക്കെ പെൻഷൻ തടഞ്ഞു വെക്കുന്നോ അവർക്കൊക്കെ ഇത് തന്നെയായിരിക്കും ഗതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, 1 ലക്ഷം രൂപ 1, 2, 3 ദിവസം അതിനുള്ളിൽ ഇയാൾക്ക് കൊടുത്തിട്ട് പേപ്പേഴ്സ് എല്ലാം ഒപ്പിട്ട് അയച്ചോണം.
അടുത്ത മാസം മുതൽ ഇയാൾക്ക് മുടങ്ങിയ തുകയും അതുപോലെ തന്നെ കിട്ടാനുള്ള തുകയും ഒക്കെ കിട്ടിക്കോളെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. സച്ചി എണീറ്റ് നിന്ന് അങ്ങ് കോടതിയുടെ മുമ്പിൽ അങ്ങ് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, സത്യമായിട്ടും ആദ്യമായിട്ടാണ് സാറേ ഒരു നീതി ന്യായവും നടപ്പിലാക്കുന്ന ഒരു ന്യായാധികാരിനെ ഞാൻ നേരിട്ട് കാണുന്നത്. അതുമല്ല, ഞാൻ നേരിട്ട് പലവരെയും കണ്ടിട്ടുണ്ട്, പക്ഷേ അവര് നീതിയും ന്യായവും ഒന്നും നടപ്പാക്കിയിട്ടില്ല. ഇതേ സാറിന് ഇപ്പം എൻ്റെയും എൻ്റെ അച്ഛൻ്റെ ഒക്കെ മുമ്പിൽ ദൈവത്തിന്റെ സ്ഥാനമാണ്. അതുകൊണ്ട് സാറ് ഇട്ടിരിക്കുന്ന ഈ വസ്ത്രത്തിനോട് സാറ് എന്നും നീതി പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സാറിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരുപാട് നന്ദിയുണ്ട് സാറേ എന്ന് പറഞ്ഞപ്പം, ഇത് താനായിട്ടൊന്നും അല്ലടോ, ആരാണെങ്കിലും ന്യായവും നീതിയും എല്ലാം അത് നടപ്പിലാക്കും. ന്യായം ന്യായമായിട്ടും നീതി നീതിയായിട്ടും. ആര് ക്രിമിനൽ കുറ്റം ചെയ്തോ അവർ ക്രിമിനലായിട്ടും അംഗീകരിക്കപ്പെടും. അങ്ങനെയാണോ, അതിനല്ലേടോ കോടതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഒന്ന് കൈകൊട്ടി പാസ്സൊക്കെ ആക്കി. ഏതായാലും വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ കോടതിയിൽ നിന്നും മടങ്ങിയെത്തുന്നത്. ആര്? നമ്മുടെ രവീന്ദ്രൻ. ഏതായാലും രവീന്ദ്രൻ കോടതിയിൽ നിന്നും സച്ചിയുടെ കൂടെ വലിയ സന്തോഷത്തോടു കൂടി മടങ്ങുന്നു. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അച്ഛനെ തന്നെയാണ്. വർഷയുടെ അച്ഛൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളറി നാണം കെട്ട് വെളുത്ത് വീട്ടിലേക്ക് പോയി പെണ്ണുമ്പിള്ളയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതെങ്ങനെ ശരിയാകും? നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് 1,00,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യാനാ, ഏതായാലും ഇങ്ങനെ ആയി പോയില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അന്ന് പെൻഷൻ തടഞ്ഞു വെക്കണ്ടായിരുന്നു. തടഞ്ഞു വെച്ചത് കൊണ്ടല്ലേ ഇപ്പം കയ്യിൽ നിന്ന് പൈസയും പോയത്. അല്ല, തടഞ്ഞു വെക്കാതെ ആ വൃത്തികെട്ടവന്മാരെ എല്ലാവരുടെയും മുമ്പിൽ നമ്മളെ അപമാനിച്ചില്ലേ, നിങ്ങളെ അപമാനിച്ചില്ലേ? നീ എപ്പോഴും ഇത് തന്നെയാണല്ലോ പറയുന്നത്. നീയും കൂടെ പറഞ്ഞിട്ടാ ഞാൻ ഈ പെൻഷൻ തടഞ്ഞു വെച്ചത്. ഇനിയിപ്പോൾ 1,00,000 രൂപ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അത് കൊടുക്കുക തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് നമ്മുടെ വർഷേനെ ശ്രീകാന്ത് ആ ഒരു വീട്ടിൽ കൊണ്ടുവിടുകയാണ്. ഏത് വീട്ടില്? വർഷയുടെ വീട്ടില്. അങ്ങനെ ശ്രീകാന്ത് കൊണ്ടുവിട്ടിട്ട് പോകാൻ തുടങ്ങുമ്പോൾ വർഷ പറഞ്ഞു, അതെ ഇവിടം വരെ വന്നതല്ലേ ശ്രീകാന്തെ, ഏതായാലും എൻ്റെ വീട് വരെ ഒന്ന് വാ, വീട്ടിൽ കയറി എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. അത് പിന്നെ എനിക്ക് തീരെ സമയമില്ലടോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അകത്ത് കയറി വന്നേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് വർഷ അകത്തേക്ക് പോയി. അങ്ങനെ ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അച്ഛാ അമ്മയെന്ന് വിളിക്കുകയാണ്. അച്ഛനും അമ്മയും കൂടെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ശ്രീകാന്തിനെ കാണുന്നു. ശ്രീകാന്ത് ആരുടെ മകനാണെന്ന് വ്യക്തമായിട്ട് നമ്മുടെ വർഷയുടെ അച്ഛൻ അറിയാം. വർഷയുടെ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ അന്താളിച്ചു പോയി കേട്ടോ. നമ്മുടെ ശ്രീകാന്തും പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇയാളാണോ വർഷയുടെ അച്ഛൻ എന്ന് ഓർത്ത് സത്യം പറഞ്ഞിട്ടുണ്ട് ഞെട്ടലോട് കൂടി തന്നെയാണ് നോക്കുന്നത്. അന്ന് ആ ഒരു റിട്ടയർഡന്റ് ഫംഗ്ഷനിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതാണ് നമ്മുടെ സച്ചിയും ഇയാളും കൂടെ ചേർന്ന്. സച്ചി ഇയാൾക്കിട്ടൊരു അടി വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മാഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞു, അതേ അച്ഛാ, ഇതാരാണെന്ന് അറിയാമോ? ഇതാണ് എൻ്റെ ഫ്രണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞില്ലേ ഏതോ ഒരു ഫ്രണ്ടിന്റെ കൂടെ കയറി ഞാൻ പോയെന്ന്. അത് ഇവന്റെ പുറകെ ഞാൻ പോയത്. ഇവന് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് നിൽക്കുക. അതുപോലെ ഇപ്പൊ ഇവനൊരു റെസ്റ്റോറൻറ്റില് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 6 മാസം കഴിയുമ്പോൾ ഇവൻ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഇടാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛൻ ഇവനെ ഒന്ന് നോക്കി മോള് പറയുന്നതിനെല്ലാം ആന്ന് ആൻസർ പറയുന്നുണ്ട്, പക്ഷെ വേറെ ഒന്നും പറയുന്നില്ല. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ ശരി വർഷ, ഞാൻ നിന്റെ അച്ഛനമ്മേനെ കണ്ടല്ലോ, പരിചയപ്പെട്ടല്ലോ, ഞാനിനി പോവാന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഇവിടെ വരെ വന്നിട്ട് ചായ പോലും കുടിക്കാതെ, അത് പിന്നെ ഒരു ദിവസം വരാം, ഞാനിപ്പോൾ പോവാന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. കാരണം അയാളുടെ മുമ്പിൽ നിൽക്കുവാനോ, അയാള് നമ്മുടെ വർഷയുടെ അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പം വർഷയോട് വരെ ചെറിയൊരു ദേഷ്യം തോന്നും. അത്തിനും മാത്രം ദേഷ്യമുണ്ട്. അച്ഛന്റെ പെൻഷൻ പണമൊക്കെ തടഞ്ഞു വെച്ചത് ഇയാളാണെന്ന് നമ്മുടെ ശ്രീകാന്തിനും അറിയാം. ഏതായാലും ശ്രീകാന്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, അതെ മോളോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ശ്രീകാന്തുമായിട്ട് നിനക്ക് എങ്ങനെയാ പരിചയം? അപ്പം അച്ഛന് ശ്രീകാന്തിന്റെ പേരറിയാമോ? അത് പിന്നെ എനിക്ക് ഇവനെ പണ്ടേ അറിയാം. അതെങ്ങനെ അറിയാം? ഇവന് വളരെ തെമ്മാടി. എന്താ അച്ഛാ ഈ പറയുന്നത്? ഒരാൾ ആദ്യം തന്നെ കാണുമ്പം അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവൻ തെമ്മാടിയാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇവനൊരു അനിയനുണ്ട്, ചേട്ടനുണ്ട്, അവനും തെമ്മാടിയാ. ഇവന്റെ അച്ഛനുണ്ട്, അതും തെമ്മാടിയാ. പിന്നെ ഇവനെന്താ തെമ്മാടിയല്ലേ എന്ന് ചോദിച്ചപ്പോ, അച്ഛാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ഇതിനാണോ ശ്രീകാന്ത് തെമ്മാടിയാണെന്ന് പറഞ്ഞത്? ഇതിനാണോ ആ സച്ചി എന്ന് പറയുന്ന അയാൾ തെമ്മാടിയാണെന്ന് പറയുന്നത്? അച്ഛന്റെ കയ്യിലല്ലേ തെറ്റ്? അച്ഛനെന്തിനാ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്? അതുകൊണ്ടല്ലേ? ഓഹോ, അപ്പൊ നീ അവരുടെ വശത്തായോ? അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ കുടുംബക്കാർ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും.
പിന്നെ അതിലൊന്നും എനിക്ക് ഇടപെടാൻ പറ്റില്ല. അതുപോലെ തന്നെ ശ്രീകാന്തിനും ഞങ്ങൾ തമ്മിൽ വളരെ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ചിലപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് ഏതവസ്ഥയിൽ എത്തുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വർഷയുടെ അമ്മ വന്നിട്ട് നീ എന്താടി പറഞ്ഞത്, കണ്ടത് എമ്മാടീനൊക്കെ ഈ വീട്ടിൽ വിളിച്ച് കയറ്റി എന്റെ മരുമോനാക്കാനൊന്നുമേ എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞതാ നിങ്ങളോട് അപ്പോഴേ, മകള് വഴി തെറ്റിപ്പോകും, ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന്. ദേ അമ്മേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരും തരേണ്ടതല്ല സ്വാതന്ത്ര്യം, എനിക്കുള്ളതാ സ്വാതന്ത്ര്യം. അത് ആരും തരേണ്ട കാര്യമൊന്നുമില്ല. സ്വാതന്ത്ര്യം എന്നും എനിക്ക് അവകാശപ്പെട്ടതാ. അതിപ്പോ അമ്മ വന്നിട്ട് ഞാൻ സ്വാതന്ത്ര്യം എടുക്കണോ? ദേ എന്റെ അമ്മ എന്റെ വായിന്ന് നല്ല വർത്താനം കേൾക്കുവേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ശ്രീകാന്തുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കാൻ ഇവിടെ ആരും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണം, അല്ലാതെ അത് മക്കളുടെ ഇടയ്ക്കല്ല കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞ് നമ്മുടെ വർഷ അങ്ങ് പോയി. ഏതായാലും നമ്മുടെ വർഷയുടെ അച്ഛൻ ആകെപ്പാടെ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ. അച്ഛൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ശ്രീകാന്തിനെ തന്റെ വരനായിട്ട് സെലക്ട് ചെയ്യുവാൻ നമ്മുടെ വർഷയ്ക്ക് താല്പര്യമുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ വർഷയുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒഴിവാക്കി വിടണം, അല്ലെങ്കിൽ ശരിയാവില്ല. എന്റെ ഏറ്റവും വലിയ ശത്രുവാ രവീന്ദ്രൻ. ഇപ്പം ഏറ്റവും വലിയ ശത്രുവും അതുപോലെ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ച ആ സച്ചി എന്ന് പറയുന്ന അവനില്ലേ, അവന്റെ അനിയനും. പറ്റില്ല, ഒരിക്കലും ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും അതെന്താ മോൾ ഇത്ര വേഗം വന്നത് എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. അപ്പൊ ചന്ദ്രയോട് പറഞ്ഞു, അത് പിന്നെ ഒത്തിരി വലിയ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നതാ. അവിടെ കുറച്ച് പേരുണ്ട് ബ്യൂട്ടി പാർലർ നോക്കി നടത്താൻ വേണ്ടി. അയ്യോ മോൾ എന്ത് പണിയാ ഈ പറയുന്നത്? അങ്ങനെ ഇട്ടെറിഞ്ഞിട്ടൊന്നും പോരാൻ പാടില്ല. ആ ബ്യൂട്ടി പാർലർ ആരുടെയാ? നമ്മുടെ അല്ലേ? അപ്പൊ നമ്മളോട് ഒരാളുടെ കണ്ണ് അവിടെ വേണം എപ്പോഴും. ആരെയും നമുക്ക് അമിതമായിട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല കേട്ടോ മോളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ മോൾക്ക് സമയമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അത് ചന്ദ്ര ബ്യൂട്ടി വേൾഡ് അല്ലേ? ചന്ദ്ര ബ്യൂട്ടി വേൾഡിൽ ചന്ദ്ര തന്നെ വന്നിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മോക്ക് സമയമില്ലാത്തപ്പോ മോള് പറ, ഞാൻ വരാം, ഞാൻ വന്നവിടെ ഇരിക്കാം. ആ സീറ്റിൽ കയറി ചന്ദ്ര തന്നെ ഇരിക്കുമ്പോ അതിനൊരു എടുപ്പ് കാണില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മേ ഇനി ആയിക്കോട്ടെ, ഇനി നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല, മോളോട് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. ഈ കല്യാണി എന്ന് പേരുള്ള ആരെങ്കിലും മോൾക്കറിയോ? പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. കാരണം കല്യാണി എന്ന് പേരുള്ളത് ആർക്കാ? നമ്മുടെ ശ്രുതിക്ക് തന്നെയാണ്. അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? എനിക്കറിയില്ല. അതാരാ അമ്മേ? അല്ല, മോളുടെ ഫോണിലേക്ക് ഒരു കോള് വന്നായിരുന്നു. ആ കോളിനകത്ത് ആരോ പറയുന്നുണ്ടായിരുന്നു, ഇത് കല്യാണിയാണോ, ഇത് കല്യാണിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാന് ഇത് കല്യാണിയല്ല, ശ്രുതിയുടെ ഫോണാന്ന് പറഞ്ഞപ്പം റോം നമ്പർ എന്ന് പറഞ്ഞ് കട്ടാക്കുവാണ്ടൊക്കെ ചെയ്തു. പക്ഷേ നല്ല പരിചയമുള്ള സ്വരമായിരുന്നത്. അത് ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ, അത് പിന്നെ എനിക്കറിയില്ല അമ്മേ, റോങ് നമ്പർ വല്ലതും ആയിരിക്കും. അപ്പൊ ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് വന്നപ്പോഴത്തേക്കും, അതെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ആണോ, എന്നാ പിന്നെ മോള് പോയി എടുക്കുക. അല്ല, എന്റെ ഫോണല്ല, അമ്മയുടെ ഫോണാണ് ബെല്ലടിക്കുന്നത്. ഓ, എന്റെ ഫോണാണല്ലേ, ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഫോണും എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആകെപ്പാടെ പെട്ടുപോയിട്ടോ. ആര്? നമ്മുടെ ശ്രുതി. ഒന്ന് ഓർത്തു നോക്കണം, അവിടെ എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് ഒരു നിലനിൽപ്പും ഇല്ല. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിപ്പോയി ശ്രുതിയുടെ അമ്മേനെ വിളിച്ചിട്ട് പേടിപ്പിക്കുകയാണ് കേട്ടോ. അമ്മ എന്ത് പരിപാടി അമ്മയെ കാണിച്ചത്, ഇങ്ങോട്ടേക്ക് എന്തിനാ വിളിച്ചത്, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും എമർജൻസി ഉണ്ടോ മെസ്സേജ് അയച്ചാൽ മതിയെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുക. അപ്പൊ ആ അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട്, മോളെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, മോള് ക്ഷമിക്കുക. എന്ത് ക്ഷമിക്കാന്, പിടിക്കപ്പെട്ടിട്ട് പിന്നെ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, ഞാനൊന്നും അവരോട് അതിന് പറഞ്ഞില്ലല്ലോ, റോങ് നമ്പറാന്ന് പറഞ്ഞ് ഞാൻ കട്ടാക്കിയല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഒന്നും പറയണ്ട. അമ്മ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. അമ്മ എന്റെ ജീവിതം നശിപ്പിക്കാനാണോ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതും ഇതൊക്കെ പറഞ്ഞപ്പം, അത് പിന്നെ മോളെ അർജന്റ് കേസായിരുന്നു. എന്ത് അർജന്റ് കേസ്? അത് ഞാനിന്ന് തലചുറ്റി വീണു. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അത് എനിക്കറിയില്ല, എന്താ പറ്റിയതൊന്നും അറിയില്ല, വല്ലാത്ത ക്ഷീണമായിരുന്നു. തലചുറ്റി നടു റോഡിൽ വീഴുകയും എന്നെ കുറച്ചു പേര് എടുത്ത് വീട്ടിൽ കൊണ്ടാക്കുകയോ ചെയ്തത്. എന്താ ഏതാന്നൊന്നും എനിക്കറിയില്ല മോളെ, ആകെ ക്ഷീണമാണ് 2-3 ദിവസമായിട്ട്. മോളിവിടെ വരികയാണെങ്കിലേ അത് നല്ലതായിരിക്കും. എനിക്ക് ആദിയുടെ കാര്യം ഓർത്തിട്ട് സത്യം പറഞ്ഞ ടെൻഷനാ. ഇനി എത്ര നാൾ ഈ അമ്മ ജീവിച്ചിരിക്കുന്നൊന്നും അറിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അയ്യോ അമ്മയ്ക്ക് അസുഖമാണെന്നുള്ള വിവരം എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും അമ്മ ഒരു കാര്യം ചെയ്യും, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണ്ടേ, അമ്മ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ഏതായാലും നാളെ പറ്റുമെങ്കിൽ വരാൻ നോക്കാം, എന്നിട്ട് നമുക്ക് ഫാമിലി ഡോക്ടറെ പോയി കാണാന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പൊ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.